രോഗികളുടെ ശ്രദ്ധയ്ക്ക് നിങ്ങൾ കഴിക്കുന്ന മരുന്നുകൾ നിങ്ങളുടെ അസുഖം മാറ്റുന്നതിൽ എത്രത്തോളം ഫലപ്രദമാണ്? ആശങ്കാജനകമാണ് രാജ്യത്തെ മരുന്നുകളുടെ ഗുണമേന്മ സംബന്ധിച്ച് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതായത് പലപ്പോഴും മനുഷ്യജീവന് ഒരു പുൽനാമ്പിന്റെ വില പോലും ഇല്ലാത്ത സാഹചര്യം. ഗുണമേന്മ ഉറപ്പുവരുത്താനും അല്ലാത്ത മരുന്നുകളുടെ വിതരണം തടയാനും കർശന നടപടി സ്വീകരിക്കുന്നുണ്ടെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയവും സംസ്ഥാന ആരോഗ്യ വകുപ്പുകളും അടിക്കടി പ്രസ്താവന നടത്താറുണ്ട്. പക്ഷേ അതിനുമപ്പുറം രോഗികൾക്ക് മിക്കപ്പോഴും മികച്ച മരുന്നുകൾ ലഭിക്കാറില്ല എന്നത് സത്യം. ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന സർക്കാർ ആശുപത്രികളിൽ പോലും നിലവാരമില്ലാത്തതും കൂടുതൽ ഒരുപക്ഷേ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കുന്നതുമായ മരുന്നുകൾ വിതരണം ചെയ്യപ്പെടുന്നു എന്നതാണ് സത്യവും യാഥാർത്ഥ്യവും. എന്തുകൊണ്ട് ഇത്തരം ഗുണനിലവാരം കുറഞ്ഞ മരുന്നുകൾ നിർമ്മിക്കപ്പെടുന്നു? കർശനമായ നിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ ഉണ്ടായിട്ടും മരുന്ന് നിർമ്മാണ കമ്പനികൾ മനുഷ്യജീവനെടുത്ത് കളിക്കുന്നത് എങ്ങനെയാണ്? എവിടെയാണ് വീഴ്ച? നമുക്ക് നോക്കാം. ഓരോ മരുന്നിൻ്റെയും നിർമ്മാണത്തിന് ആവശ്യമായ ഉയർന്ന നിലവാരമുള്ള അല്ലെങ്കിൽ ഉയർന്ന വിലയുള്ള ചേരുവകൾ, അവിടെ ലാഭം നോക്കുന്നത് മുതൽ തുടങ്ങുകയാണ് ഈ പ്രശ്നങ്ങളെല്ലാം. പലപ്പോഴും ഈ ചേരുവകൾ കിട്ടാതെ വരികയോ അല്ലെങ്കിൽ പകരം കുറഞ്ഞ ചെലവിൽ ഉപയോഗിക്കാമെന്ന രീതിയിൽ ഇടനിലക്കാർ നൽകുന്ന ആ പകരം ചേരുവയോ ലാഭേച്ഛ നോക്കി കമ്പനികൾ ഉപയോഗിക്കുന്നു. അപ്പോൾ അത് വെച്ചുണ്ടാക്കുന്ന മരുന്നിന് അത്രയ്ക്ക് ഗുണമേ ഉണ്ടാവുകയുള്ളൂ. രണ്ട് നിർമ്മാണ രീതികളാണ്. ഓരോ മരുന്നുകളും നിർമ്മിക്കുന്നത് കൃത്യമായ റിസർച്ചുകൾക്ക് ശേഷം ഉയർന്ന സാങ്കേതികത്വവും ഉപകരണങ്ങളും ഒക്കെ ഉപയോഗിച്ചാണ്. പക്ഷേ ഇതിന് ഒരു ഭാരിച്ച ചെലവ് തന്നെ വരും. സ്വാഭാവികമായും ഈ ചെലവ് കുറയ്ക്കാനും മരുന്ന് കമ്പനികൾ ശ്രമിക്കുന്നു. വിലയിൽ മത്സരിക്കേണ്ട ആവശ്യം നേരിടുമ്പോൾ പലപ്പോഴും ഈ ഉപകരണങ്ങളിലോ അല്ലെങ്കിൽ ഈ സാങ്കേതിക വിദ്യയിലോ വീഴ്ചകൾ വരുത്തി ഉൽപ്പാദന ചെലവ് കുറയ്ക്കുന്നു. പ്രത്യേകിച്ചും ചെറുകിട കമ്പനികൾ. ഈ അപര്യാപ്തമായ അടിസ്ഥാന സൗകര്യങ്ങളും ഫണ്ടിങ്ങും ഇടത്തരം ചെറുകിട മരുന്ന് നിർമ്മാണ കമ്പനികൾ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം തന്നെയാണ്. ഇതിനോട് തന്നെ ചേർത്ത് കാണണം വൈദഗ്ധ്യമുള്ള കൃത്യമായ പരിശീലനം നേടിയ തൊഴിലാളികളുടെ അഭാവവും. വൻതോതിൽ ഉൽപ്പാദനം വേണ്ടിവരികയും വിദഗ്ധരായ തൊഴിലാളികൾ ഇല്ലാതെ വരികയും ചെയ്യുന്നതും വലിയ രീതിയിൽ തിരിച്ചടിയാകുന്നുണ്ട്. പിന്നീട് എത്തുന്നത് ഇടനിലക്കാരാണ്. ഒരു മരുന്ന് കൃത്യമായ ഗുണമേന്മയോടുകൂടി വിപണിയിലെത്തിച്ചാലും ഒരുപക്ഷെ ആവശ്യത്തിനളവിൽ വിപണിയിൽ അല്ലെങ്കിൽ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ ഈ വില കുറഞ്ഞ അല്ലെങ്കിൽ ഗുണമേന്മ കുറഞ്ഞ പകരം മരുന്നുകൾ ഇടനിലക്കാർ വൻ വെട്ടിപ്പ് നടത്തി വിപണിയിൽ ഇറക്കുന്നു. ഒന്നിലധികം ഇടനിലക്കാരുള്ള ദീർഘവും സങ്കീർണവുമായ വിതരണ ശൃംഖലകൾ ഈ കൃത്രിമത്വത്തിനോടൊപ്പം പകരം വയ്ക്കലിനുള്ള ഒരു വഴി കൂടി തുറക്കുകയാണ്. മറ്റൊന്ന് ദുർബലമായ നിയന്ത്രണ മേൽനോട്ട സംവിധാനങ്ങളാണ്. ഗുണമേന്മയില്ലാത്ത മരുന്നുകൾ വിപണിയിലെത്തുന്നതിന് മറ്റൊരു പ്രധാന കാരണം ഇതുതന്നെയാണ്, ഈ നിയന്ത്രണമില്ലായ്മ. നടപ്പാക്കലിൻ്റെ അഭാവം, കൃത്യമല്ലാത്ത പരിശോധനകൾ, ഇവ മോശം ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ വിപണിയിൽ നിലനിൽക്കാൻ തന്നെ ഇടയാക്കുന്നുണ്ട്. മരുന്നുകൾക്ക് ഗുണനിലവാരമുണ്ടെങ്കിൽ മാത്രമേ ചികിത്സ കൊണ്ട് ഉദ്ദേശിച്ച ഫലം ലഭ്യമാവുകയുള്ളൂ. പൗരന്മാർക്ക് ചികിത്സാ സൗകര്യം ഒരുപക്ഷെ സൗജന്യമായി ലഭ്യമാക്കുക എന്നതുപോലെ തന്നെ പ്രധാനമാണ് മരുന്നുകളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തൽ. മരുന്നുകളുടെ ഗുണനിലവാരം കുറയുന്നതിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് സർക്കാരിന് മാത്രമാണ്. അതീവ ഗൗരവമായ ഈ പ്രശ്നങ്ങൾ സർക്കാർ ഇടപെടലോടെ അതിൻ്റെ ഉത്ഭവ സ്ഥാനത്ത് നിന്ന് തന്നെ പരിഹരിക്കുക എന്നതാണ് ഈ വിഷയത്തിൽ അടിയന്തരമായി ചെയ്യേണ്ടത്.